പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് SummerSlam 2025 ആദ്യ ദിവസം അവസാനിച്ചപ്പോൾ ഏറ്റവും വലിയ സർപ്രൈസായിട്ട് നടന്നത് മെയിൻ ഇവൻറ്റിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം CM Punk ഗിന്തറിനെ പരാജയപ്പെടുത്തി വിജയിച്ചതിന് ശേഷം സെത്ത് റോളിൻസ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്ത് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയ ആ ഒരു സംഭവത്തെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ സെത്ത് റോളിൻസ് എന്തുകൊണ്ടാണ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ SummerSlamൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് റീക്യാപ്പ് ചെയ്യാം. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തർ നമ്പർ 1 കണ്ടറായ CM Punkനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരം അതിഗംഭീരമായിട്ട് ആരംഭിക്കുന്നു, അതിഗംഭീരമായിട്ട് അവസാനിക്കുന്നു. ക്ലീനായി തന്നെ ഗിന്തറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CM Punkന് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ സാധിച്ചു. പക്ഷേ 5 മിനിറ്റ് മാത്രമാണ് ആ ഒരു ടൈറ്റിൽ CM Punkന്റെ പേരിൽ കുറിക്കപ്പെടുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു നിമിഷത്തിൽ സെത്ത് റോളിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നതും സെത്ത് റോളിൻസ് ആദ്യം ഇഞ്ചുറിയുള്ള പോലെ ക്രച്ചൊക്കെ ഉപയോഗിച്ച് വരുന്നതും പിന്നീട് ആ ഒരു ക്രച്ച് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്യുന്നതും പിന്നീട് പങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയി സെലിബ്രേഷൻ നടന്നതോട് കൂടിയിട്ടാണ് ഈ SummerSlam എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ആദ്യ ദിനം അവസാനിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സെത്ത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയി എന്നുള്ളത് ചോദിക്കുമ്പോൾ ട്രിപ്പിൾ എച്ച് എന്ന് പറയുന്ന നിലവിലെ ക്രിയേറ്റീവ് ഹെഡ്, നിലവിലെ എല്ലാ സ്റ്റോറി ലൈനുകളും നിയന്ത്രിക്കുന്ന മുൻ WWE സൂപ്പർ സ്റ്റാർ, അദ്ദേഹം സെത്തിൻ്റെ ഏറ്റവും വലിയൊരു ആരാധകനാണ്. അല്ലെങ്കിൽ ട്രിപ്പിൾ എച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സെത്ത് റോളിൻസ്. അപ്പോൾ സെത്ത് റോളിൻസിനെ എപ്പോഴും ടോപ്പ് ലെവലിൽ നിർത്താൻ ട്രിപ്പിൾ എച്ച് ആഗ്രഹിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറിയിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. സെത്ത് പരാജയപ്പെടുന്ന രീതിയിലേക്ക് സ്റ്റോറികൾ വന്നാൽ പോലും സെത്തിനെ എപ്പോഴും ടോപ്പ് ലെവലിൽ നിർത്താൻ ട്രിപ്പിൾ എച്ചിന് എപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. അത് ഷീൽഡിൻ്റെ ആ ഒരു സമയത്തായിരുന്നാലും ഷീൽഡ് ബ്രേക്ക് ആയതിന് ശേഷമായിരുന്നാലും പിന്നീട് അങ്ങോട്ട് എപ്പോഴും സെത്തിനൊരു മുൻഗണന ട്രിപ്പിൾ എച്ച് കൊടുക്കാറുണ്ട്. ആ ഒരു മുൻഗണന സെത്ത് വേൾഡ് ചാമ്പ്യൻ ആകുന്നതിന് വലിയ ഒരു പോയിൻ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്നുള്ളത് സെത്ത് വേഴ്സസ് പങ്ക് സ്റ്റോറി നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ സ്റ്റോറിയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. CM Punk WWEയിലേക്ക് 2023 സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ തിരികെ വന്നപ്പോൾ അന്ന് സെത്ത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അപ്പോൾ സെത്തും CM Punk തമ്മിലുള്ള പ്രശ്നം അത് റിയൽ ലൈഫിലെ ഇഷ്യൂസ് ആണ് എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അവർ വലിയൊരു മത്സരത്തിന് വേണ്ടി സ്റ്റോറി ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റോറി 1, 2, 3 മത്സരങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് കുറേയധികം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇരുവരുടെ കരിയർ തന്നെ ഇനി എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് പോലും ഇരുവരുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സ്റ്റോറി പറഞ്ഞു പോകണം. അപ്പോൾ ഒരു ടോപ്പ് ലെവൽ ഫ്യൂഡ് പോലെ അവർക്ക് ഈ ഒരു സ്റ്റോറി എല്ലാ ഒരു സമയത്തും എല്ലാ സമയങ്ങളിലും എല്ലാ എപ്പിസോഡ്സിലും പറഞ്ഞു പോകണം. അപ്പോൾ അത് കാണിക്കാനും വേണ്ടി സെത്തിനെ വേൾഡ് ചാമ്പ്യൻ ആക്കിയെന്ന് പറയേണ്ടി വരും. ഇനി സെത്തിൻ്റെ കയ്യിൽ നിന്ന് CM Punk ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുത്തേക്കാം. അതിനുശേഷം സെത്തിൻ്റെ ടീമിലെ അംഗങ്ങളും CM Punkന് പിറകെ പോയി ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ഇനിയും ചെയ്തേക്കാം. അപ്പോൾ അതും സെത്ത് വേൾഡ് ചാമ്പ്യൻ ആകുന്നതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് ലെവൽ ഫ്യൂഡ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ശത്രുത എന്നുള്ളതിൻ്റെ നിലയിലേക്ക് ഇവർക്ക് ഈ ഒരു സ്റ്റോറി കൊണ്ടുപോകാനും സെത്തിനെ വേൾഡ് ചാമ്പ്യൻ ആക്കി എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന് റോമൻ റിയൻസ് എന്ന് പറയുന്ന താരത്തെ തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പോയിൻ്റാണ്. റോമൻ റിയൻസിന് കഷ്ടിച്ച് 2.5 വർഷമോ WWEയിൽ ആക്റ്റീവായിട്ടുണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഹോളിവുഡിലേക്ക് പോകുമെന്നുള്ളത് ഇൻ്റർവ്യൂകളിൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് റോമൻ റിയൻസിനെ എങ്ങനെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ട്രിപ്പിൾ എച്ചിന് മുൻപിലുള്ള ഒരു ചോദ്യം. അപ്പോൾ റോമൻ റിയൻസിനെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ വലിയൊരു അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. സെത്തിനെതിരെയുള്ള സ്റ്റോറിയാണ് നിലവിൽ റോമൻ റിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെത്തിന് ഇഞ്ചുറി ഉണ്ട് എന്നൊക്കെ കാണിച്ചിട്ടാണ് റോമൻ റിയൻസിൻ്റെ SummerSlamലെ പ്ലാൻ അവർ ടാഗ് ടീം ആക്കിയിട്ട് മാറ്റിയത്. എന്നാൽ ഇപ്പോൾ സെത്തിന് ഇഞ്ചുറി ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. സെത്ത് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്ത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ റോമൻ റിയൻസിനെതിരെ ഇനി സെത്തിൻ്റെ ഒരു സ്റ്റോറി നടക്കും, അല്ലെങ്കിൽ സെത്തിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് റോമൻ റിയൻസിന് ഇനി ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധിക്കും. അതിലൂടെ റോമൻ റിയൻസിനെ തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം സെത്ത് റോളിൻസിനെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥ കാരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഒരു ടോപ്പ് ലെവൽ പ്രയോറിറ്റി ട്രിപ്പിൾ എച്ച് സെത്ത് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് സെത്ത് വീണ്ടും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നത്, അല്ലെങ്കിൽ മെയിൻ സ്റ്റോറി ലൈനിൽ സെത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് അഡീഷണലായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.